ഇന്ന് വീട്ടിൽ ഏത്തപ്പഴം വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി. അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരാവേ. ഏത്തപ്പഴം ഒരു 2 എണ്ണം പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിൽ ഇട്ട് ഉടച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു പ്ലേറ്റിൽ ഒരു വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെക്കുക. വാഴയില വെക്കുന്നതായിരിക്കും നല്ലത്. വാഴയില വെച്ചിട്ട് അതിനകത്ത് എണ്ണയും കൂടെ പുരട്ടി ഇതിങ്ങനെ നമ്മൾ പരത്തുമല്ലോ കൈകൊണ്ട്, അതുപോലെ പരത്തുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ഫില്ലിങ് ഇടണം. ഫില്ലിങ്ങിനായിട്ട് തേങ്ങയും കുറച്ച് നട്ട്സും ഏലക്കയും അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് മധുരം ഇടുന്നവർക്ക് മധുരം ഇടാം കേട്ടോ. പഞ്ചസാരയോ ശർക്കരയോ എന്ത് വേണേലും ഇടാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫില്ലിങ് വെച്ച് വീണ്ടും ഒരു ലെയർ കൂടെ നമ്മുടെ മാവ് ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി ഒരു പലഹാരം റെഡിയായി. പലഹാരത്തിന് പേരൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പഴവും ഇതൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ അടയൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ കഴിച്ച് നോക്കാം. എനിക്ക് എന്തായാലും അടയൊക്കെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പഴത്തിൻ്റെയും അരിപ്പൊടിയൊക്കെ കൂടെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ അരിപ്പൊടിക്ക് പകരം ഗോതമ്പിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ എന്തായാലും വൈകുന്നേരം വന്നിട്ട് അതെടുത്ത് വേഗം കട്ട് ചെയ്തു. ഇച്ചൂട്ടനാണ് നമ്മുടെ കട്ട് ചെയ്യുന്ന ആൾ. ഇച്ചൂട്ടൻ ഇന്ന് കളിക്കാനായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ കഴിച്ചു നോക്കി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇച്ചൂട്ടിന് കൊണ്ട് കൊടുക്കാൻ നേരത്ത് അവൻ എന്ത് പറഞ്ഞു, അവനൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അവൻ ഓടിക്കളഞ്ഞു.